പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജാനുവരി മാസം 31 തീയതി ഈ മാസത്തിൻ്റെ ലാസ്റ്റ് ഡേയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കരം ഉയർത്തി കർത്താവിനോട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന്, ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന്, സന്തോഷത്തോടെ നടത്തുന്ന കർത്താവിന് ആമേൻ ആമേൻ. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അതെ, നമ്മുടെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. നമുക്കൊരുമിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലാണെങ്കിലും കർത്താവെ, ഞങ്ങൾ ഒരു മനസ്സോടെ ഞങ്ങളുടെ കർത്താവ് നല്ലവനെന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ യേശു നല്ലവനെന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുക. രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സൗഖ്യമാകട്ടെ. ദിവസങ്ങളായി അവരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രോഗത്തിൻ്റെ അവസ്ഥകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കംപ്ലീറ്റ്ലി അവരെ വിട്ടുമാറട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് കാൽമുട്ടിൻ്റെ വേദനകൾ, ആമേൻ, അത് മുഖാന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ സ്റ്റെയർ കേസ് കയറുവാൻ കഴിയുന്നില്ല, നടക്കുവാൻ കഴിയുന്നില്ല, ആമേൻ, ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ പോകാൻ കഴിയാതിരിക്കുന്നവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ആ കാൽമുട്ട് വേദനകൾ പൂർണ്ണമായിട്ട് വിട്ടുമാറട്ടെ. കാൽമുട്ട് വേദനകൾ പൂർണ്ണമായിട്ട് വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാൽമുട്ടിലേക്ക് സ്വർഗീയ ശക്തി വ്യാപരിക്കട്ടെ. അത് ആ മുട്ടിനകത്തുള്ള തേയ്മാനങ്ങളോ അതിനകത്തുള്ള എന്ത് പ്രോബ്ലംസ് ആണെങ്കിലും അത് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നാവിൻ്റെ മേലുള്ള ആമേൻ അൾസറുകൾ മുഖാന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ദിവസങ്ങളായി നാവിൻ്റെ മേൽ അൾസർ അനുഭവിക്കുന്നു, വായ്ക്ക് രുചി ലഭിക്കുന്നില്ല, കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ അൾസർ മാറട്ടെ, നാവിന് വായ്ക്ക് രുചി ഉണ്ടാകട്ടെ, ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കംപ്ലീറ്റായിട്ട് മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവേ, ഈ പ്രഭാതം ഞങ്ങൾ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടില്ല, വീടിൻ്റെ വാടക കൊടുത്തിട്ടില്ല, കുഞ്ഞുങ്ങളുടെ ഫീസ് അടച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അത്ഭുത പ്രവൃത്തി കാണുവാൻ കർത്താവ് ഇടവരുത്തണമേ. അതുപോലെ കർത്താവിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ നാളെ ലോകത്ത് എമ്പാടും നടക്കുന്ന സഭായോഗങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ മുന്നേറ്റം ദൈവസഭയ്ക്ക് തരുന്നതിനായിട്ട് ആമേൻ. കർത്താവിന് നന്ദി പറയുന്നു. അഭിഷക്ത ദാസിദാസന്മാരെ നാളെ കർത്താവ് അതിശക്തിയോടെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഈ 31 ദിവസവും ഞങ്ങളെ പരിപാലിച്ചതിന് നന്ദി പറയുന്നു. 31 ദിവസവും മോർണിംഗ് മെസ്സേജ് പറയുവാനും കേൾക്കുവാനും കൃപ തന്നതിന് സ്തോത്രം ചെയ്തു. കർത്താവെ, ഞങ്ങൾ നന്ദി പറയുന്നു. പുതിയ മാസത്തിലേക്ക് ഞങ്ങൾ കയറുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ പ്രവേശിപ്പാൻ സഹായിക്കണം. നാളെ തുടങ്ങുന്ന 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അങ്ങ് അനുഗ്രഹിക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു, നന്മയ്ക്ക് കാരണമായി തീർന്നു, ദൈവപ്രവൃത്തിക്ക് കാരണമായി തീർന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ പ്രഭാത സന്ദേശം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ കർത്താവിനൊരു സ്തോത്രം പറയുകയും മറ്റുള്ളവർക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. നാളെ മുതൽ നമുക്ക് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നീയോ ഉപവസിക്കുമ്പോൾ. യേശു പറയുക, നീയോ ഉപവസിക്കുമ്പോൾ. അതിൻ്റെ അർത്ഥം, നീ ഉപവസിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്ഷനലല്ല. നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ എന്ന് പറയുന്നത് പോലെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറയുന്നത് പോലെ യേശു പറയുകയാണ്, നീയോ ഉപവസിക്കുമ്പോൾ. അർത്ഥം, ആമേൻ, ദൈവസഭ, ദൈവമക്കൾ ഉപവസിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ഉപവാസം എടുക്കുന്നവരായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൻ്റെ സെക്കൻഡ് പോർഷനിൽ യേശു പറഞ്ഞു, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വിഷയങ്ങൾ മാറിപ്പോകണമെങ്കിൽ എന്ത് വേണം? പ്രാർത്ഥനയും വേണം,
ഉപവാസവും വേണം. അതുപോലെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ, അതായത് യേശു കൂടെയുള്ളപ്പോൾ ശിഷ്യന്മാർ ഉപവസിക്കാത്ത എന്താണെന്ന് അന്ന് അവിടെയുള്ളവർ ചോദിച്ചപ്പോൾ അവരോട് മറുപടി പറയുകയാണ്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴിമക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല, മണവാളൻ പിരിഞ്ഞു പോകേണ്ടെന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. അതായത് റിസറക്ഷൻ, യേശുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള ഉപവാസത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് ഈ ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമായിട്ട് സമയം മാറ്റിവെക്കുന്നു? ഒരിക്കലും ഒരു കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു വിശ്വാസി ഉപവസിച്ചിരിക്കണം. ഞാൻ പറഞ്ഞതല്ല, ഒരു കർത്തദാസൻ ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ പറഞ്ഞാണ്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു വിശ്വാസി ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദിവസം മാറ്റിവെക്കണം. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് എല്ലാ മാസവും നമ്മളിങ്ങനെ സമയം മാറ്റിവെക്കുന്നത്? ചിലരുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവില്ല, കേട്ടാട്ടെ. ഈ ആത്മീകമായ അനുഗ്രഹങ്ങളും ആത്മീകമായ ഉത്തരങ്ങളും ആക്സിഡൻ്റലി അങ്ങ് സംഭവിക്കുന്നതല്ല. ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന, ഓരോ കാലഘട്ടത്തിനും ഓരോ സമയത്തിനും വേണ്ടി ദൈവം അതിനെ ഷെഡ്യൂൾ ചെയ്തു. അപ്പം നമ്മൾ ഇൻറ്റൻഷ്യലി അതിനുവേണ്ടി സമയം മാറ്റി വെച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്നാ പറ്റും, നമ്മളിപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിന് വേണ്ടി ഈ 3 ദിവസം മാറ്റി വെച്ചില്ല എങ്കിൽ നമ്മൾ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോവും. നമ്മൾ ആയിരിക്കും പ്രാർത്ഥിക്കാമെന്നൊക്കെ വിചാരിച്ചാലും നമ്മൾ മറ്റു പല കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആയി. ഇപ്പോൾ 1, 2, 3 ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, പലരെയും സംബന്ധിച്ച് പറഞ്ഞാൽ, നമ്മൾ ആ മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുന്നു, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ ഒരുങ്ങുന്നു, ഭക്ഷണം മാറ്റി വെക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ടൈം ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് പറ്റും, അന്ന് നമ്മൾ നോർമലി നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പം നമുക്ക് ദൈവികമായ കാര്യങ്ങളെ പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അപ്പോസ്തലന്മാർ അവിടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഇരുന്ന് ദൈവത്തെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടുന്നത്. ഇവരെ ദൈവമേ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ കർത്താവ് അവരോട് ആവശ്യപ്പെടുക. എപ്പോഴാണ്? അവർ പ്രാർത്ഥനയിലും ഉപവാസത്തിലും സമയം മാറ്റിവെച്ചപ്പോൾ. ഇതാണ് നമ്മൾ മനഃപൂർവ്വം പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും സമയം മാറ്റി വെക്കണം. ദിവസം പ്രാർത്ഥിക്കുന്നത് കൂടാതെ മാസത്തിൽ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ മാസത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ പുതുമാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് മാറാൻ നോക്കണം. അതെന്തിനു വേണ്ടിയാണ്? അപ്പം അവരെ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? അവർ സമയം മാറ്റിവെച്ചു, അവർ ഒന്നിച്ചിരുന്ന് ഉപവസിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ഡയറക്ഷൻ ദൈവം റിലീസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു പ്രോഫറ്റിക്കലായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എപ്പോഴാണ് വന്നത്? അവർ ഉപവാസത്തിലിരുന്നപ്പോഴാണ് വന്നത്, അല്ലെങ്കിൽ മാറിയിരുന്നപ്പോഴാണ് വന്നത്. അപ്പോസ്തലപ്രവൃത്തി 14-23 പറയുന്നുണ്ട്, അപ്പോൾ അവർ ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ദൈവത്തിനായിട്ട് സമർപ്പിച്ചു. അപ്പം ഇവരെ ലീഡർമാരെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉപവാസം ചെയ്യാത്ത 3-4 കാര്യങ്ങളുണ്ട്. അതായത് ഉപവസിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പ്രഷർ ചെയ്യുകയൊന്നുമല്ല, ദൈവത്തെ അങ്ങനെ പ്രഷർ ചെയ്യാൻ പറ്റത്തില്ല, സ്വർഗത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഉപവസിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ ഭക്തന്മാരായി തീരുമോ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഉപവാസം എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും? നമ്മുടെ ജഡത്തെ സൈലൻ്റ് ആക്കി കളയും. കാരണം നമ്മുടെ ജഡത്തിൻ്റെതായ താല്പര്യങ്ങളെയും മോഹങ്ങളെയും അത് സൈലൻ്റ് ആക്കും. പിന്നെ നമ്മുടെ ആത്മീകമായ സെൻസിറ്റിവിറ്റിയെ ഷാർപ്പൻ ചെയ്യും. അതായത് ദൈവികമായത് കേൾക്കുവാനും ദൈവികമായത് പ്രാപിക്കുവാനുള്ളൊരു സെൻസിറ്റിവിറ്റി നമുക്കുണ്ടാകും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടെ അധികാരം വരും. അതുപോലെ ദൈവിക പ്ലാനുകളിലേക്ക് കൂടുതൽ കയറി നിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കോടെ. ഈ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഐ ഡിസിപ്ലിൻ മൈ ബോഡി ആൻഡ് ബ്രിങ് ഇൻ ടു സബ്ജക്ഷൻ. ഞാൻ എൻ്റെ ശരീരത്തെ തന്നെ കീഴ്പ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ എന്താ? ഉപവാസത്തിലും പ്രാർത്ഥനയിലും നമ്മുടെ ഭൗതികമായ ഈ ശാരീരികമായ മോഹങ്ങളെ, ആഗ്രഹങ്ങളെ നമുക്ക് കീഴ്പ്പെടുത്തുവാൻ ഉപവാസത്തിലൂടെ കഴിയും. അപ്പം നമ്മൾ ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ ഉപവസിക്കുമ്പോൾ ചിലർ ചോദിക്കും, എന്തിനാ മാസത്തിൻ്റെ ആരംഭത്തിൽ ഉപവസിക്കുന്നത്? വേദോസം മത്തായിയുടെ സുവിശേഷം 6:33 പറഞ്ഞു, നിങ്ങൾ മുൻപേ എൻ്റെ രാജ്യം അന്വേഷിക്കണം, എങ്കിൽ ഇവയൊക്കെയും എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, എന്നാൽ ഇവയൊക്കെയും നിങ്ങൾ. അപ്പോൾ ഒരു മാസത്തിൻ്റെ ആരംഭത്തിൽ, ബിഗിനിങ് ഓഫ് ദ ഡേയ്സിൽ നമ്മൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കർത്താവിനോടുകൂടെ മാറിയിരിക്കുമ്പോൾ നമ്മൾ മറ്റെല്ലാത്തിനേക്കാളും പ്രയോറിറ്റി കർത്താവിന് കൊടുക്കുക. മാസത്തിൻ്റെ ആരംഭം നമ്മൾ നോക്കുമ്പോൾ ഇനിയും അടുത്ത ഒരു മാസം ഫുള്ള് കിടക്കുക. അപ്പോൾ ആദ്യത്തെ 3 ദിവസം നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിനും ദൈവസഭയ്ക്കും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും പ്രയോറിറ്റി കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? വെൻ യു ഗീവ് ഗോഡ് ദ ഫസ്റ്റ് ഡേയ്സ്, ആദ്യത്തെ ദിവസങ്ങൾ നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഹി ഓർഡേഴ്സ് ദ റിമൈനിങ് ഡേയ്സ്, അടുത്ത ദിവസങ്ങളെ കർത്താവ് കൈകാര്യം ചെയ്തോളും. കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ട്. യാക്കോബിൻ്റെ ലേഖനം 4:8 പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് അടുത്തുവാ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അടുത്തു വരാം. മാസത്തിൻ്റെ ആരംഭം നമ്മൾ കർത്താവിലേക്ക് അടുത്ത്
ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് അടുത്തു വരും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അപ്പോൾ എന്ത് പറ്റും? ആ മാസത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കർത്താവിനോട് ഇരുന്ന് കഴിയുമ്പോൾ തുടർമാനമായുള്ള മാസങ്ങൾ ദൈവം നമ്മളെ നടത്തിക്കോളും. ആമേൻ. അടുത്തത്, ആമേൻ, യേശുവും ഈ ഉപവാസം പ്രാക്ടീസ് ചെയ്തിരുന്നു. ആമേൻ. ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം നമ്മൾ തുടങ്ങുമ്പോൾ യേശു തൻ്റെ ശുശ്രൂഷയെ ആരംഭിക്കുന്നതിന് മുമ്പ്, പബ്ലിക് മിനിസ്ട്രി ആരംഭിക്കുന്നതിന് മുമ്പ്, വലിയ അസൈൻമെൻറ്റ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ആമേൻ. പിശാചിനോട് എതിർത്ത് അല്ലെങ്കിൽ പിശാചുമായിട്ടുള്ള ആദ്യത്തെ ആ ഏറ്റുമുട്ടലിന് മുമ്പ് എന്ത് ചെയ്തു? ആമേൻ. താനും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവസന്നിധിയിൽ മാറിയിരുന്നു. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 4:14 പറയുന്നു, ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ ശേഷമാണ് ജീസസ് റിട്ടേൺ ഇൻ ദ പവർ ഓഫ് ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങി വന്നു എന്നൊരു വാക്യം നമുക്ക് കാണാൻ കഴിയും. അപ്പം എന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ സഭയായിട്ടിരുന്ന് ഉപവസിക്കുന്നത് എന്തിനാ? മത്തായിയുടെ സുവിശേഷം 18:19 പറഞ്ഞിട്ടുണ്ട്. എന്താ? നിങ്ങൾ 2 പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കും, 2 പേർ ഒരു കാര്യത്തിൽ എഗ്രി ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ സഭയായിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആത്മീക അധികാരം കൂടുതൽ ശക്തമാകും. ആമേൻ. ഒരേ വിഷൻ ഉണ്ടാകാൻ കാരണമാകും. ആമേൻ. ദൈവിക കൃപ ദൈവസഭയുടെ മേലും കുടുംബങ്ങളുടെ മേലും പകരുവാൻ കാരണമാകും. നമുക്കറിയാം അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അത് ഭയങ്കര അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹത്തെയാണ് നമ്മളിവിടെ കാണുക. ഇതിനെ ദൈവം റെസ്പോണ്ട് ചെയ്യും. ആമേൻ. ആമേൻ. ഈ ആത്മീക വളർച്ച എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് നടക്കത്തില്ല. ആമേൻ. ഇത് നമുക്കൊരാഗ്രഹമുണ്ടാണ്. ഇപ്പം നമ്മുടെ ശരീരം നന്നാകണമെന്ന് നമ്മൾ ചുമ്മാതെ വിചാരിച്ചാൽ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതുപോലെ നമുക്ക് ആത്മീകമായി വളരണം, ഉണർവുണ്ടാകണം. അത് നമുക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉപവസിക്കാൻ തയ്യാറാകണം. ആമേൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഉപവാസം ദൈവത്തെ ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ ഇന്ന് നമ്മളെ പൂർണ്ണമായിട്ട് ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അപ്പം നമ്മൾ ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കുമ്പോൾ കർത്താവ് നമ്മളോടുകൂടെയും സമയം ചെലവഴിക്കാൻ ഇടയാകും. അതുകൊണ്ട് നാളെ മുതൽ തുടങ്ങുന്ന ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഡയറക്ഷനുകളെ ദൈവം തരുവാൻ ഇടവരട്ടെ. നിങ്ങളുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങളെ, ദൈവിക അനുഗ്രഹങ്ങളും പുതിയ പൊസിഷനുകളിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തുവാനും ഇടവരുത്തട്ടെ. ദൈവിക അധികാരങ്ങൾ കൂടുതലായി കൈകാര്യം ചെയ്യുവാൻ ഈ ഉപവാസവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ ഇടവരുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യും? ഈ ഉപവാസത്തിൽ ഈ മാസത്തെ കർത്താവ് യേശുവാണെന്ന് ഡിക്ലെയർ ചെയ്ത് നമ്മൾ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? ഈ മാസത്തെ നന്മകൾ കൊണ്ട് അലങ്കരിക്കുവാൻ ഇടവരും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടുകൂടെ നാളെ മുതൽ ഉപവസിക്കുക. നിങ്ങൾ കുടുംബമായിട്ട് ഉപവസിക്കുക. ഞാൻ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ട് ഉപവസിക്കണം. 3 നേരം കഴിച്ചുകൊണ്ടല്ല ഉപവസിക്കണം. ഒരു നേരം കഴിക്കുക. കഴിക്കാതിരുന്ന് ഉറങ്ങാനല്ല. ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഈ 3 ദിവസം ഒന്ന് ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ഈ പുതിയ മാസത്തിലേക്ക് പ്രവേശിച്ചാണ്ട് നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകും. നാളെ 1-ാം തീയതിയാണ്. 1-ാം തീയതി വാതിലാണ്, ഒരു മാസത്തിൻ്റെ ഡോറാണ്. അത് മിസ് ചെയ്യരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ നാളെ മുതൽ 3 ദിവസം ഉപവാസം കർത്താവ് അനുഗ്രഹിക്കട്ടെ.